ഇരിക്കുന്ന കണ്ടില്ലേ കള്ളൻ. യെസ് കമിങ്. Good morning, my dear children. അലാറത്തിന് പകരമാണല്ലോ ഇവറ്റകളുടെ ശബ്ദം. എഴുന്നേറ്റൊന്ന് മനസ്സിലായി. ഇന്നെന്താണാവോ പതിവില്ലാതെ നേരത്തെ ദാ കുടിക്ക്. രാവിലെ എഴുന്നേറ്റ ഉടനെ ബെഡ് കാഫിയും കട്ടൻ കാപ്പിയും കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് പകരമായിട്ട് തൈര് കുടിക്കുന്ന സ്വഭാവം ആയുസിൽ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. കറിയാച്ച, രാവിലെ ഉള്ള എന്റെ ഹാങ് ഓവർ മാറാൻ ബെഡ് കോഫി മതിയാവില്ല. ഉള്ളൊന്ന് തണുത്തല്ലേ വീണ്ടും ഒന്ന് ചൂടാവേണ്ട ലൈൻ ക്ലിയർ ആവൂ. ഇതെന്തൊരു ജന്മമാണ് എന്റെ കർത്താവേ. ആട്ടെ കറിയാച്ച, ഇന്നലെ രാത്രി ഞാൻ എപ്പോഴാ വന്നത്? അർദ്ധരാത്രി കഴിഞ്ഞുവെന്നാണ് എന്റെ ഓർമ്മ. അത് വളരെ നേരത്തെ ആണല്ലോ. എന്തു പറ്റി ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കാൻ? കുഞ്ഞു തന്നെ എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. അപ്പൊ പിന്നെ കാട്ടിക്കൂട്ടുന്ന ഈ അത്ഭുതങ്ങൾക്ക് ഞാൻ എന്ത് ഉത്തരം പറയാനാണ്? അപ്പൊ തുടങ്ങാം. പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒന്ന് ചൂടാകാൻ വേണ്ടി ഒറ്റ പെഗ്. അങ്ങനെ അങ്ങ് തിരക്കായല്ലോ. കീപ് യുവർ മാനേഴ്സ് ബേബി. Get out. Come on. നിനക്ക് ഞാനിത് തരില്ല. കുടിക്കുമ്പോഴേ നിനക്കൊരു കൺട്രോളും ഇല്ല. അവനവന്റെ കപ്പാസിറ്റി നോക്കി വേണം കുടിക്കാൻ. ഇന്നലെ കുടിച്ച് പിമ്പിരിയായി ഛർദിച്ച് നീ എന്തൊക്കെ അലമ്പാ കാണിച്ചത്? എന്റെ മാനം കളഞ്ഞില്ലേ? ഉറപ്പാണോ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന്? നീ കുടിക്കണ്ട. നീ ഒരു മറന്നു നിൽക്കുന്ന പെൺകിടാവ. പെൺകുട്ടികൾ കുടിച്ചു പഠിക്കണ്ട. ചിലപ്പോ നിന്നെ കിട്ടുന്നവന് ഇത് ഇഷ്ടമല്ലെങ്കിൽ അവൻ എന്നെ എടുത്തിട്ട് പെരുമാറും. ആരും അറിയണ്ട. ഇന്നും കൂടി ഒരു സ്മോൾ വരാം. ഒന്ന് മാത്രം. ഓക്കെ, വാ. വെളിയിൽ നിന്ന് ആരെങ്കിലും ഇത് കണ്ടുകൊണ്ട് വന്നാൽ കർത്താവ് സത്യം ഇവിടെയുള്ളവർക്ക് വട്ടാണെന്ന് വിചാരിക്കും. ഒരവട്ടെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ജീവിക്കുന്നതിൽ എന്തോന്നാ കറിയാ ചരിത്രല്ലേ? അയ്യോ, കുപ്പി തീർന്നു. വേണമെങ്കിൽ ഒരു പേക്ക് കറിയാച്ചനാവാം. വേണ്ട വേണ്ട, കുഞ്ഞ് നിർബന്ധിച്ചാൽ ഞാൻ കുടിച്ചു പോകും. അല്പം കൂടുതലായി പോയാൽ ഇതിനേക്കാൾ വലിയ കൂടുണ്ടാക്കി അതിൽ കയറി കിടക്കാൻ പറയും. ആ പൂതി മനസ്സിലിരിക്കട്ടെ. ഓക്കെ, cheers. Hello, Rita. Guess who is speaking? Very good. Good morning, my dear. 10:30 call എന്ന് പറഞ്ഞ now exactly 10:30. പിന്നെ വൈകിട്ട് എപ്പോഴാ കാണുക? ഓക്കെ, എപ്പ കാണണമെന്ന് മനസ്സിൽ തോന്നുന്നു ആ നിമിഷം വെച്ച് അവിടെ പറഞ്ഞെത്തില്ലേ? എക്സ്ക്യൂസ് മീ. സാർ, ബോംബെയിൽ നിന്ന് ഷിപ്പിംഗ് ഏജൻസിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയിരുന്നതാ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇതിനൊന്നും വേണ്ടി നീക്കി വെക്കാനുള്ള സമയം എനിക്കില്ലെന്ന് ജെയിംസിന് അറിഞ്ഞൂടെ? താൻ തന്നെ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞാ ശരിയാവില്ല സാർ. MD അവർ പ്രതീക്ഷിക്കും.
ഈ സൂട്ടും കോട്ടും ഇട്ട് ബ്രീഫ് കേസും പിടിച്ച് കുറെ ഫോർമൽ വാചകങ്ങളും വലിച്ചു ചിരിയുമായിട്ട് അവിടെ പോയി ഞെളിഞ്ഞേൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാ. താൻ പോയാൽ മതി. സോറി റീത്ത, ഒരു ബിസിനസ്സുകാരന്റെ തിരക്കിട്ട ജീവിതത്തെക്കുറിച്ച് യു കാൺട്ട് ഇമാജിൻ. എന്റെ ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്ന പെൺകുട്ടി അതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നിട്ടും എത്രയോ സമയം ഞാൻ എന്റെ റീത്തയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ദാറ്റ്സ് ലവ്. റിയൽ ഡിവൈൻ ലവ്. സാർ, ആയിരിക്കുന്ന പെൺകുട്ടികളാ? അവര് സ്റ്റെനോഗ്രാഫറുടെ പോസ്റ്റിന് ടെസ്റ്റ് പാസ്സായിരിക്കുന്ന കുട്ടികളാ. ഇന്ന് അവരുടെ ഇന്റർവ്യൂ ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് താൻ വന്നോണ്ടാ വിവരം പറയുന്നെന്താ? 11 മണിക്കാ ഇന്റർവ്യൂവിന്റെ ടൈം. ഇപ്പൊ 10:30 ആയിട്ടുള്ളൂ. ശരി, താൻ പോയിട്ട് ഓരോരുത്തരായിട്ട് വരാൻ പറ. സാർ, ഈ ഫയലുകൾ ഇമീഡിയറ്റ് ഡിസ്പോസ് ചെയ്യില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ജെയിംസേ, താൻ ആ കട്ടൻ ക്ലോസ് ചെയ്ത്. Rita, I'll call you back. May I come in, sir? Sure. Shalini. Miss Shalini Nair. Miss Anda, sir. Mrs. Shalini Nair. Oh, sorry. Mrs. Shalini Nair, എവിടെ പഠിച്ചത്? എറണാകുളം മഹാരാജാസ് കോളേജിൽ. ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? 4 വർഷം ആലപ്പുഴയിൽ ജോലി ചെയ്തതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫയലിലുണ്ട്, സർ. ആലപ്പുഴയിൽ നിന്നും പിന്നെന്താ വിട്ടുവന്ന്? ഹസ്ബൻഡിന് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ആയി. കുട്ടികളുടെ പഠിത്തവും ഫാമിലിയുടെ സൗകര്യമൊക്കെ നോക്കിയപ്പോ ഇതേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് എവിടെ ജോലി ചെയ്യുന്നത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്, സർ. നോ മോർ ക്വസ്റ്റ്യൻസ്, മിസ് ശാലിനി നായർ. ഇപ്പൊ പോയിക്കോളൂ, ഞാൻ അറിയിക്കാം. താങ്ക് യു, സർ. ഓരോന്ന് വലിഞ്ഞേറി വന്നോളും മനുഷ്യരുടെ സമയങ്ങളെ. സ്റ്റെനോഗ്രാഫർ ആവാൻ പറ്റിയ അപ്സരസ് തന്നെ. May I come in, sir? അയ്യോ, ഞാൻ അറിയിക്കാം. പിന്നെ വരൂ. Yes, sir. Good morning, sir. Come in. Sit down. Thank you. Miss Betty Elizabeth Francis. Am I correct? Yes, sir. ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല, സർ. ഗുഡ്. എവിടെയാണ് പഠിച്ചിരുന്നത്? തൃശൂർ വിമല കോളേജിൽ. ഓ, ദാറ്റ്സ് ഫൈൻ. സാധാരണയായി ഇതുപോലത്തെ മോഡേൺ ഡ്രസ്സസ് ആണോ ഉപയോഗിക്കാറ്? സ്റ്റെനോഗ്രാഫറുടെ ജോലിക്ക് ആകർഷകമായ ഡ്രസ്സും ഒരു ഘടകമല്ലേ, സർ? ഗുഡ്, വെരി ഗുഡ്. ആട്ടെ, സത്യത്തിൽ ഈ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? Come on, tell me. Yes, of course, sir. What's your age? 21, sir. എന്താ മോഹങ്ങൾ ഒരുപാടുണ്ടല്ലേ? Sir? അല്ല, മുഖത്ത് ധാരാളം മുഖക്കുരു ഉണ്ടല്ലോ. മോഹങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. മിസ് ബെറ്റിയുടെ ഏറ്റവും വലിയ മോഹം എന്താണ്? വെൽ, ഒരു സ്റ്റെനോഗ്രാഫറുടെ ഡ്യൂട്ടീസിനെ പറ്റി മിസ് ബെറ്റിയുടെ ധാരണകൾ എന്തൊക്കെയാണ്? വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ബോസിനോട്, ദാറ്റ് മീൻസ് മീ, എങ്ങനെ പെരുമാറാം, എന്തായിരിക്കണം ആറ്റിറ്റ്യൂഡ്, എത്രത്തോളം ഫ്രീ ആകാം. സീ ഫോർ എക്സാമ്പിൾ, Miss Betty Elizabeth Francis, you are appointed. Yes, by all means. ഈ തന്റെ ഇടം എനിക്കിഷ്ടമായി. വഴി ചോദിച്ചിട്ട് പോയല്ലേ? എന്താ ദാഹം, ഒരു സർവത്ത് കുടിച്ചാലോ? വേണ്ട. അപ്പേ, ഈ ഹമീദ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്കുള്ള വഴി ഏതാ? ഏത്, മൃഗാശുപത്രിയിലേക്കോ? അതെ, അത് തന്നെ. സംഗതി പോക്കാണെന്നാ തോന്നുന്നത്. മൃഗാശുപത്രിയിലേക്കുള്ള വഴിയാണല്ലോ ചോദിക്കുന്നത്. ചികിത്സയ്ക്ക് മറ്റാണോ? രണ്ടിൽ ആരാണാവോ രോഗി? ആ പെങ്കൊച്ചാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കല്ല. ആ മൂപ്പിൽസിന്റെ കൂടെ കാണുമ്പോൾ ചർച്ച കുറവേ ഉള്ളൂ. അത് തണ്ടപ്പിടിയാണോ അതോ പാപ്പാനോ? പോമേ, ആരായാലും കൊള്ളാം. കിളി നമ്മുടെ സാമ്രാജ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു. തന്നെ ഡയറിയിൽ എഴുതി വെച്ചേക്കാം, വേണ്ടി വരും.
അപ്പോഴേ ജാനു, ഇതിപ്പോ 5ാമത്തെ തവണയാ നമ്മൾ തമ്മിൽ ഈ ഏർപ്പാട്. ഇപ്രാവശ്യം ഏറ്റില്ലെങ്കിൽ എന്റെ മാനം പോകും കേട്ടോ. നീ ഒന്ന് പെറ്റി കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ മോളെ. എടോ, താൻ ധൈര്യമായിട്ട് കൊണ്ടുവയ്ക്കോ. ഇത്തവണ പറ്റില്ലെങ്കിലേ ഞാൻ ആണല്ലെന്ന് വെച്ചു. രാമോട്ടെ, അടുത്ത ആളിനെ ശരി സാർ.